ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 46 വിശ്വരൂപ ദർശനം. ശ്ലോകം 1. ഐ ദേവപുരാഖിലത്വയി സ്വയമുത്താനിശിയേ സ്തനന്തയേ പരിജം വ്രണതോ വ്യാപാവൃതേ വദനേ വിശ്വമജഷ്ടവല്ലവി. പദം ഐ ദേവപുരാഖില ത്വയി സ്വയം ഉത്താനശയേ സ്തനം ഥയേ പരിജംപ്രണത വ്യപാവൃതേ പതനേ വിശ്വം അജഷ്ട വല്ലവി. അർത്ഥം: പണ്ടൊരിക്കൽ മാതാവിൻ്റെ മടിയിൽ മലർന്നു കിടന്ന് മുല കുടിച്ചിരുന്ന അങ്ങ് കോട്ടുവായിടാൻ വേണ്ടി വായി തുറന്നപ്പോൾ യശോദ അതിനുള്ളിൽ സകല ലോകങ്ങളെയും കണ്ടു. ശ്ലോകം 2. പുനരപ്യത ബാലകൈ സമം ത്വയിലീലാ നിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചന ക്രുധ തവ മൃത്ഭോജനമൂജുരർഭകാഃ. പദം പുനഃ അപി അത ബാലകൈ സമം ത്വയി ലീലാ നിരതേ ജഗത്പദേ ഫലസഞ്ജയ വഞ്ചന കൃത തവ മൃത്ഭോജനം ഊജുഃ അർഭകാഃ. അർത്ഥം: ഹേ വിശ്വനാഥ, മറ്റൊരിക്കൽ ബാലകരൊത്ത് ലീലാവിനോദങ്ങളിൽ വ്യാപൃതനായിരുന്ന അങ്ങ് അവരുടെ പഴങ്ങൾ പതിവായി മോഷ്ടിച്ചു. തങ്ങളുടെ നഷ്ടത്തിൽ ക്രുദ്ധരായ ബാലകർ അങ്ങ് മണ്ണു ഭക്ഷിച്ചുവെന്ന് പറഞ്ഞു പരത്തി. ശ്ലോകം 3. ഐതേ പ്രളയാവതൗ വിഭോ ക്ഷിതിതോയാതി സമസ്തഭക്ഷിണഃ മൃദുപാശനതോരുജാഭവേ ദിദിഭീതാ ജനനീ ചുഗോപസ. പദം ഐതേ പ്രളയ അവധൗ വിഭോ ക്ഷിതി തോയ ആദി സമസ്ത ദക്ഷിണഃ മൃദു ഉപാശനതഃ രുജാ ഭവേത് ഇതി ഭീതാ ജനനീ ചുഗോപസ. അർത്ഥം: മഹാപ്രളയവേളയിൽ ഭൂമി ജലം ഇത്യാദിയായ ഭൂതങ്ങളെയെല്ലാം ഭക്ഷിക്കാറുള്ള അങ്ങയ്ക്ക് മണ്ണ് തിന്നത് മൂലം എന്തെങ്കിലും രോഗമുണ്ടാകുമെന്ന് ശങ്കിക്കുക മൂലം യശോദ കുപിതയായി. ശ്ലോകം 4. ഐ ദുർവിനയാത്മകത്വയാ കിമു മൃത്സ്വാബദവത്സ ഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദതാം താം പ്രതിജഞ്ജിഷേ ഹസൻ. പദം ഐ ദുർവിനയ ആത്മക ത്വയാ കിമു മൃത്സ്വാ ബദവത്സ ഭക്ഷിത ഇതി മാതൃഗിരം ചിരം വിഭോ വിദതാം താ പ്രതിജഞ്ജിഷേ ഹസൻ. അർത്ഥം: വികൃതിയായ കൃഷ്ണ, നീ എന്തിനാണ് മണ്ണ് തിന്നുന്നത്? ഇത് കഷ്ടമായിപ്പോയി എന്ന് അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ അങ്ങ് അത് അസത്യമാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശ്ലോകം 5. ഐതേ സകലൈർവിനിച്ഛിതേ വിമതിച്ഛേദ്വദനം വിദാര്യതാം ഇതി മാതൃവിവർസിതോ മുഖം വികസത്പത്മനിഭം വ്യധാരയഃ. പദം ഐതേ സകലൈ വിനിച്ഛിതേ വിമതി ഛേദ് വദനം വിദാര്യതാം ഇതി മാതൃവിവർസിത മുഖം വികസത് പത്മനിഭം വ്യധാരയഃ. അർത്ഥം: ഹേ കൃഷ്ണ, എല്ലാവരും ദൃഢമായി പറയുന്ന ഇക്കാര്യം നീ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് വാ തുറക്കുക എന്നീ പ്രകാരം മാതാവ് ശാസിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വിടർന്നു വരുന്ന താമരമലനെ പോലെ അങ്ങ് വാ തുറന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.